ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. കോൾ ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ സെക്കൻഡ് ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെക്കുറിച്ചും ഈ സ്റ്റോക്കിന് ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 5 മാർച്ച് 2021 ചേർന്ന കോൾ ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻഡ് നൽകുന്നതിനുള്ള ധാരണയായി 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി അതിൻ്റെ സെക്കൻഡ് ഇൻട്രിം ഡിവിഡൻഡ് നൽകുന്നത്. കോൾ ഇന്ത്യയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ്. അതായത് ഫേസ് വാല്യൂവിൻ്റെ 50% തുക കമ്പനി ഇൻട്രിം ഡിവിഡൻ്റായിട്ട് നൽകുന്നുണ്ട്. ഇനി ഇൻട്രിം ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഡേറ്റുകളിലേക്ക് കടക്കാം. 16 മാർച്ച് 2021 ഇൻട്രിം ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കോൾ ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ മിനിമം 12 മാർച്ച് 2021 അല്ലെങ്കിൽ അതിനു മുൻപോ കോൾ ഇന്ത്യയുടെ ഷെയർ ബൈ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഡിവിഡൻഡ് ലഭിക്കാനുള്ള എലിജിബിലിറ്റി കിട്ടുക. ഇനി ഈ ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 24 മാർച്ച് 2021. അതായത് കോൾ ഇന്ത്യയുടെ ഡിവിഡൻഡായ 5 രൂപ പെർ ഷെയർ എന്ന തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് 24 മാർച്ച് 2021. റീസെൻ്റ്ലി പ്രഖ്യാപിച്ച ഡിവിഡൻഡ് ഇൻഫർമേഷൻ്റെ പശ്ചാത്തലത്തിൽ കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കുന്നവർക്ക് ഈ സ്റ്റോക്കിന് ബ്രോക്കേഴ്സ് നൽകിയ റേറ്റിംഗും ടാർഗറ്റും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില റിസ്കുകളെക്കുറിച്ചും അവയർനെസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ സ്റ്റോക്കിന് ബ്രോക്കേഴ്സ് നൽകിയ ടാർഗറ്റ് എത്രയാണെന്ന് പരിചയപ്പെടാം. എഡിൽവേസ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കേഴ്സ് ഈ സ്റ്റോക്കിന് ബൈ എന്ന് പറയുന്ന റേറ്റിംഗും ടാർഗറ്റായിട്ട് 185 രൂപയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനുള്ള ഡ്യൂറേഷനായിട്ട് 12 മാസം അല്ലെങ്കിൽ 1 വർഷമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾക്കെല്ലാവർക്കും അറിയാം, COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ നിന്നും ഇക്കോണമി റിക്കവറായി കഴിഞ്ഞു. ഇക്കോണമി റിക്കവറായി കഴിയുമ്പോൾ ഇക്കോണമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പവർ ഡിമാൻഡ് ഉണ്ടാവും. ഈ പവർ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി കോൾ ഇന്ത്യ പോലുള്ള തെർമൽ പവർ കമ്പനികൾക്ക് പിക്ചറിൽ എത്തേണ്ടി വരും. ഇത് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണെന്നാണ് എഡിൽവേസ് സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെക്കുറിച്ചും പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെ റിസ്ക്കായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് കമ്പനിയുടെ ഫെബ്രുവരി മാസത്തിലെ സെയിൽസ് റിപ്പോർട്ടാണ്. കമ്പനിയുടെ ഫെബ്രുവരി മാസത്തിലെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ 6.6% ഡിക്ലൈനും കമ്പനിയുടെ സെയിൽസിൽ 6.2% ഡിക്ലൈനുമാണ് കാണാൻ സാധിച്ചത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അലാമിംഗ് ഫാക്ടർ തന്നെയാണ്. അതുകൂടാതെ നമ്മൾ ഡിസംബർ മാസത്തിലെ, അതായത് പ്രീവിയസ് ക്വാർട്ടറിലെ കമ്പനിയുടെ ക്വാർട്ടർ 3 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് ഒരു ഡിക്ലൈനാണ് കാണാൻ സാധിക്കുക. അതായത് കമ്പനിയുടെ പെർഫോമൻസ് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 1.09% ഡിക്ലൈൻ ആയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 9.43% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 2019 ക്വാർട്ടർ 3ൽ കമ്പനിയുടെ റവന്യൂ 24,602 കോടിയായിരുന്നു. അത് അവിടെ നിന്നും ഡിക്ലൈൻ ചെയ്ത് 24,334 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 22,237 കോടിയിൽ നിന്നും 24,334 കോടിയായി മാറിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോത്ത്, അതായത് കമ്പനിയുടെ ഗ്രോത്തും കമ്പനിയുടെ റവന്യൂവും ഡിക്ലൈൻ ചെയ്യുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അലാമിംഗ് ഫാക്ടറാണ്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് 3,083 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ കമ്പനി പ്രഖ്യാപിച്ചത്. ഇനി നമ്മൾക്ക് ഈ കമ്പനി അസോസിയേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ റിസ്ക്കാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റ് കോൾ ഫീൽഡിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കോൾ ഫീൽഡിലും ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ആകുന്നു എന്നുള്ളതാണ് ഈ കമ്പനി അസോസിയേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ റിസ്ക്. അതായത് ഈ കമ്പനിയുടെ വോളിയം ഓഫ് ഗ്രോത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൺസേൺ ആണ്. ഈ കൺസേണിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തെർമൽ പവർ
കമ്പനികൾ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാ കമ്പനികളും റിന്യൂവബിൾ പവർ കേപ്പബിലിറ്റീസ് ഉള്ള കമ്പനികളായിട്ടാണ് വരുന്നത്. റിന്യൂവബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റും റിന്യൂവബിൾ എനർജിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ തെർമൽ പവർ പ്രൊഡ്യൂസിങ് കമ്പനികൾക്ക് ഒരു ചലഞ്ചിങ് ഇറയാണ് ഇപ്പോൾ വരുന്നത്. അതുകൂടാതെ ഈ സെക്ടറിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് കമ്പനികളുടെ ഗ്രോത്തും PSU സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ കോൾ ഇന്ത്യയുടെ ഗ്രോത്തിൻ്റെ മുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ മുകളിൽ സ്ട്രെസ് ചെലുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടായിരിക്കുന്ന ഡിക്ലൈൻ. അതായത് കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സാണ് കോൾഫീൽഡ് ഈ ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ നിന്നും ലഭിക്കുന്ന റവന്യൂ. കമ്പനിയുടെ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് ഓപ്ഷൻ റിയലൈസേഷനിലും ഉള്ള ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസംബർ ക്വാർട്ടറിലെ ഓപ്ഷൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇയർ ഓൺ ഇയറിൽ 44% ഡിക്ലൈനാണ് കാണാൻ സാധിച്ചത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ് ഉളവാക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഈ പ്രോബ്ലംസ് എല്ലാം അല്ലെങ്കിൽ ഈ അസോസിയേറ്റഡ് റിസ്കുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് പവർ തെർമൽ സെക്ടർ ബിസിനസ് അല്ലാതെ മറ്റ് ചില ബിസിനസ്സുകളിൽ കൂടി കമ്പനി അതിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അലൂമിനിയം വാല്യൂ ചെയിൻ ബിസിനസ്സും കൂടാതെ സോളാർ പവർ വാല്യൂ ചെയിൻ ബിസിനസ്സിലുമാണ് കമ്പനി പുതിയതായിട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്. അതായത് കമ്പനി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ഇറങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ചില ബിസിനസ്സുകൾ കൂടി തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം മെൽറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പ്രകാരം മെൽറ്റിംഗ് ബേസ്ഡ് ബിസിനസ്സുകളിൽ നിന്നും വളരെ ലോ റിട്ടേൺ റേഷ്യോസ് ആണുള്ളത്. അതുകൊണ്ട് അനലിസ്റ്റുകളുടെ ഒട്ടുമിക്ക ഒപ്പീനിയനും ഈ സ്റ്റോക്കിന് ഫേവറബിൾ അല്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്